റൊമാൻറ്റിക് മൂവീസ് കേട്ടില്ല. അതെ എന്റെയോ? അതെ, എന്റെ അമ്മ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അത് എല്ലാവർക്കും കണക്ട് ആവുന്നതായിരുന്നു. സ്കൂൾ ടൈമില് നമുക്കൊരു ക്രഷൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ മിക്കതും കണ്ടേക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹീറോയുടെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തൊരു നായകന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കത് കണ്ടേക്കുന്നത്. അതൊരു പെണ്ണിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് കണക്ഷൻ വന്നായിരുന്നു ആ ക്യാരക്ടർ എടുത്ത്. യെസ്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കൊരു ക്രഷ് ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. பழைய ஞாபகம் எனக்கா? இதுலையா? அது இருக்கு, வந்திருக்கு. ஸ்கூல் டேஸ் மெமரிஸ் நிறைய, அதானே கேட்குறீங்க? ஸ்கூல் டேஸ் மெமரிஸ் நிறைய ஞாபகம் வந்துச்சு. உங்களுக்கு ஞாபகம் வந்துச்சா உங்களோட எக்ஸ் லவர் இருந்ததுலாம்? ஓகே, எக்ஸ் லவர் இருந்தாலும் டெக்ஸ்ட் பண்ணக்கூடாது வீட்டுக்கு போயிட்டு. எஸ். സിംഗിൾ പസംഗ അനശ്വര, ഇപ്പം തണ്ണീർമത്തനങ്ങൾ ഇറങ്ങിയ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതിലെ പാട്ടുകളായാലും അതിലെ സീനുകളായാലും നിങ്ങളുടെ ആ കോംബോ ഏറ്റവും കൂടെ വൈറലായിരുന്നു. എനിക്കൊന്ന് ഈ സിനിമ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഈ കോംബോയും ആ സ്കൂൾ ഡേയ്സിലും ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി വൈറലാവാൻ ചാൻസ് കൂടുതൽ. വീണ്ടും ഒരു സ്കൂൾ ലവ് അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. ഐ മീൻ, വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പോൾ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തമിഴിൽ ഇപ്പൊ 3ാമത്തെ ചിത്രമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ആദ്യത്തെ ഇപ്പം അതിനുശേഷം തഗ്, ഇപ്പം ഇതിലോ 3 ടൈപ്പാണ്. അതായത് സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നു, കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള്, ഇപ്പം ഇങ്ങനത്തെ ഒരു റോള്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എൻ്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവണോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആണോ? ഞാൻ ഇപ്പോൾ തക്സും റാങ്കി ചെയ്തത് ഞാൻ എൻ്റെ 2ാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് റാങ്കിയാണ്. അത് 7-8 വർഷം മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയതാണ്. അധികം ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല. ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി റോളാണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദ മാസ്റ്റർ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാവണം എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെൻ്റ്ലി ആണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഓഡിയൻസിൻ്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയും അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇപ്പോൾ യെസ്, അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തതും. ഇപ്പോൾ ഞാനത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയുക, അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണത് ഞാനത് കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് കുറെ സീനുകളുണ്ട്, ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള. അതിലേറ്റവും റിലേറ്റബിൾ ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു അങ്ങനത്തെ മൂമെന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോ? അതെനിക്ക് എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നരേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറേ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കിംഗ്. നമ്മൾ യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ, കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒവിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു നായിക ചമ്മിപ്പോന്നൊരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി പൊടി തന്നെയാണ് എൻ്റെ മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിൽ നിന്ന് എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. വരുന്നുണ്ടല്ലോ നസ്ലിൻ്റെ ഒക്കെ പടങ്ങൾ, മമിതയുടെ കുറെ പടങ്ങൾ വരാനുണ്ട്. നമ്മൾ ഒരുമിച്ചോ? അങ്ങനെ ഒരുമിച്ച് നമുക്കങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. ഐ മീൻ, നമ്മളങ്ങനെ ഒരുമിച്ച് തേടി വന്നിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യ ടൈമിലാണ് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തത്. ഓഫ്കോഴ്സ് എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഹലോ, എവിടെയാ? നമ്മള് മലയാളി ഓഡിയൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അനുവിന്റെ മലയാളം ഫിലിംസ് എപ്പോഴാണ് ഒരു മലയാളം ഫിലിം ഈ വർഷം റിലീസ് ഉണ്ടാവോ? ഈ വർഷം ഒരു പടം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഒഫീഷ്യലി അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ.
മേ ബി, പക്ഷെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി, യെസ്. എനിക്കും ആഗ്രഹമുണ്ട് എനിക്കിത് ഇവിടെ നിന്നൊരു പടം ചെയ്യാൻ. അതിനൊരു എന്താ പറയുക, ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നതാണ്. ഇപ്പൊ മലയാളത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ചെയ്താ ഏതുണ്ടോ? ഏതുമുണ്ടോന്നോ? ഇല്ല, അത് എല്ലാം ഇറക്കി കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റ് ഇതോടുകൂടി ഇറങ്ങി. ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെരുങ്കളിയാട്ടം പറഞ്ഞൊരു ഫിലിം. പെരുങ്കളിയാട്ടം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ ആയി. അതിന് എനിക്കൊന്ന് പോസ്റ്റ് വർക്ക് നടക്കുന്നു. കുറച്ചായി പോസ്റ്റ് വർക്ക് നടക്കുന്നു. മൈറ്റ് ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ ബ്രേക്ക് എടുത്ത് ഞാൻ അവിടെ പോലെ എനിക്ക് ഞാനൊന്നും നല്ല പുറത്തെ ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോൾ അതിലും നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് എന്താ ഇൻഡസ്ട്രി, എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിയെത്തുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാളം സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പം അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ഞാൻ അങ്ങനെ ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണമെന്നൊന്നും. വിൽ ബി ഹാവിംഗ് ഓൺലി 2 more questions. അതിനുശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാനോ? അങ്ങനെ വെച്ചാൽ അമ്മയും ചേച്ചിയൊക്കെ ആന്ന് പറയുന്നു. അപ്പം അല്ല, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ അത്ര എക്സ്ട്രീം ഇല്ലെങ്കിലും ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറങ്ങി നടക്കുന്ന ഒരു ടൈപ്പ് തന്നെയായിരുന്നു. സോ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. ഓഫ്കോഴ്സ് മദൻ എക്സ്പ്ലെയിൻ ചെയ്യും. സീൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് ഓഫ്കോഴ്സ് മദൻ നല്ല രീതി അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. മദൻ ഇല്ല, താല്പര്യമില്ല. ഞാൻ സന്തോഷത്തിലാണ് ഇപ്പൊ. എനിക്കങ്ങനെ ക്ലോഷർ കിട്ടിയാലേ സമാധാനത്തിലുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ നല്ല സമാധാനത്തിലാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. இல்ல சும்மா முதல்ல நிஜ கதையெல்லாம் இல்லை. லைக் பார்ட் ஆஃப் ஸ்டோரிஸ் ஃப்ரம் நிறையா பார்த்தது கேட்டது அந்த மாதிரியான விஷயங்கள் கம்ப்ளீட்டாக ஒரு மாதிரி ஃபிக்ஷன் தான். ஸோ அதனால இதில் என்ன வில்லன் ஹீரோ ஆகிடும். ஐயோ, தினேஷா இருக்க மாட்டேன் கண்டிப்பா. யா, தேங்க்யூ. யா, Thank you so much. Thank you.